പാർലമെന്റിന് പുറത്ത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഏറ്റുമുട്ടി. അംബേദ്കറെ കോൺഗ്രസ് അപമാനിക്കുന്നുവെന്നാരോപിച്ച് ബി.ജെ.പി. എംപിമാരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യവും രംഗത്തെത്തിയതോടെ പ്രതിഷേധം കനക്കുകയായിരുന്നു. ബി.ജെ.പി. എംപിമാരായ പ്രതാപ് സാരംഗി, മുകേഷ് രാജ്പുട്ട് എന്നിവർക്ക് പരുക്ക്. ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവെച്ചു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, പാർലമെന്റിന് മുന്നിൽ വളരെ വലിയ പ്രതിഷേധ പരിപാടികളാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? പാർലമെന്റ് ചേരുന്നതിന് മുൻപ് തന്നെ രാവിലെ 10 മണി മുതൽ പാർലമെന്റ് വളപ്പിൽ വലിയ പ്രതിഷേധം ഇരു വിഭാഗത്തിന്റെയും ഭാഗത്ത് നിന്ന് നടന്നു വന്നതാണ് ശ്രദ്ധേയം. അംബേദ്കറുമായി ബന്ധപ്പെട്ടുള്ള വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഒരു ഭാഗത്ത് കോൺഗ്രസും മറുഭാഗത്ത് ബി.ജെ.പിയും നടത്തുകയാണ്. ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കോൺഗ്രസ് അധ്യക്ഷനും രാജ്യസഭാ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജ്ജുൻ ഖാർഗെയും തന്നെ നേർക്കുനേർ വാർത്താ സമ്മേളനത്തിലൂടെ ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. ഇതിനുശേഷം ഇന്നിപ്പോൾ രാവിലെ പാർലമെന്റ് സമ്മേളിക്കുന്നതിന് മുൻപ് ഒരു ഭാഗത്ത് പ്രിയങ്ക വാദ്ര, രാഹുൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ എംപിമാർ, ഇന്ത്യ സഖ്യത്തിന്റെ എംപിമാർ പ്രതിഷേധം നടത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. മറുഭാഗത്ത് അനുരാഗ് സിംഗ് ഠാക്കൂറിനെ പോലുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ അപരാജിത സാരംഗി ഉൾപ്പെടെയുള്ള ബി.ജെ.പിയുടെ എംപിമാരും ഈ കോൺഗ്രസ് തുടർച്ചയായി ദേശസ്നേഹികളായ സ്വാതന്ത്ര്യ സമര സേനാനികൾ, അതോടൊപ്പം തന്നെ ധീരദേശാഭിമാനികളെ അപമാനിക്കുന്നു, ഒപ്പം തെറ്റായ പ്രചരണം നടത്തുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് ബി.ജെ.പിയുടെ എംപിമാർ പ്രതിഷേധം വരുന്നു. പിന്നീട് 11 മണിക്ക് സഭ ചേരുന്ന സമയത്ത് സഭയ്ക്കകത്തേക്ക് എംപിമാർ കടക്കുന്ന ഘട്ടത്തിലാണ് ഉന്തും തള്ളും ഉണ്ടായത്. ഈ ഉന്തും തള്ളിലും കോൺഗ്രസ് എംപിമാർ പിടിച്ചു തള്ളി 2 ബി.ജെ.പി. എംപിമാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതാപ് സാരംഗി, അദ്ദേഹം ഒഡീഷയിൽ നിന്നുള്ള വളരെ മുതിർന്ന നേതാവാണ്. പ്രതാപ് ചന്ദ്ര സാരംഗിക്കും അതോടൊപ്പം തന്നെ മുകേഷ് രാജ്പുത്ത് എന്നീ 2 എംപിമാർക്കാണ് സാരമായ പരിക്കുകൾ ഏറ്റിരിക്കുന്നത്. രാഹുൽ ഉൾപ്പെടെയുള്ള എംപിമാരാണ് ഇവരെ പിടിച്ചു തള്ളിയത്, പ്രായമുള്ള എംപിമാരെ പിടിച്ചു തള്ളി നിലത്തിട്ടത് എന്നാണ് ബി.ജെ.പി. ഇപ്പോൾ ആരോപിക്കുന്നത്. എന്തായാലും വളരെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷമായിരുന്നു രാവിലെ. പിന്നീട് രാജ്യസഭയിലും ലോക്സഭയിലും വലിയ ബഹളം ഉണ്ടായി. ഇതേ തുടർന്ന് ഇരു സഭകളും 2 മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ്. ദേവിക. ശരി, ഡൽഹിയിൽ നിന്ന് ചേർന്നത് ഗൗതം അനന്തനാരായണൻ.